എതിർക്കാം, വിമർശിക്കാം, പകവീട്ടാം. ഇത് രാഹുൽ ഈശ്വരാണ്. താൻ ഏറ്റെടുത്ത വിഷയങ്ങളിൽ 100% ആത്മാർത്ഥതയോടെ അയാൾ പൊരുതും. അയാൾക്ക് മുന്നിൽ നേട്ടങ്ങളില്ല. അയാളുടെ കണ്ണിൽ അയാളുടെ ശരി മാത്രം. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെയുള്ള ശത്രുക്കളുടെ നിര കൂടും. ദിലീപ് വിഷയത്തിൽ, ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ, ഒടുവിലിത രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ എല്ലാത്തിനും തൻ്റെതായ നിലപാട് ഉയർത്തി പോരാടുന്നവനാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ പോരാട്ടങ്ങൾ ശരിയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഡിസംബർ 8 വരെ കാത്തിരിക്കണം. ഡിസംബർ 8 ദിലീപ് കേസിന്റെ വിധി. എന്നാൽ രാഹുൽ ഈശ്വർ മറ്റൊരു പ്രതീകമാണ്. ഇര എന്ന പേരിൽ ചൂണ്ടയിൽ കോർത്ത പോലീസിനും കോടതിക്കും മാധ്യമങ്ങൾക്ക് സമൂഹത്തിനും വലിച്ചു കീറാൻ എറിഞ്ഞുകൊടുക്കുന്ന ഒട്ടനവധി കേസുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പലതും വ്യാജ അതിജീവിതകളും വ്യാജ ഇരകളും. അവർക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് പലപ്പോഴും കഴിയും. ഇവിടെയാണ് രാഹുലിന് വലിയ പിന്തുണ ലഭിച്ചത്. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ രാഹുൽ ഈശ്വർ എടുത്ത നിലപാട് അതിന് നിങ്ങൾക്ക് വിമർശിക്കാം, അനുകൂലിക്കാം. രാഹുൽ ഈശ്വറിന്റെ ഏതെങ്കിലും വെളിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണോ? അതൊക്കെ വിലയിരുത്താനുള്ള കഴിവ് സമൂഹത്തിനുണ്ട്. ഇവിടെ ചില ചിത്രങ്ങളിലൂടെ കടന്നു പോകണം. ഇന്നലെ പൊടുന്നനെ സൈബർ പോലീസ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ രാഹുൽ ഈശ്വറിന്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസം. എന്നാൽ കേരളം അത്ഭുതപ്പെട്ടത് രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ കാഴ്ചയാണ്. രാഹുൽ ഈശ്വർ കൊളുത്തിവിട്ട അതേ ആർജവം ഭാര്യയുടെ മുഖത്ത്. സാധാരണഗതിയിൽ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന ഭാര്യയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദീപ എന്ന വനിതാ പോരാളിയെ നമ്മൾ കാണുന്നു. രാഹുൽ ഈശ്വർ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ പോരാട്ടം താൻ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വനിത.